നമസ്കാരം. പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറമെ മറ്റെവിടെയെങ്കിലും ജീവൻ്റെ കണികകൾ ഉണ്ടോ എന്ന മനുഷ്യൻ്റെ കാലങ്ങളായുള്ള അന്വേഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ചുവന്ന ഗ്രഹമായ ചൊവ്വ. ഇപ്പോഴിതാ ചൊവ്വയുടെ ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അത്യന്തം ആവേശകരമായ ഒരു പുതിയ കണ്ടെത്തലുമായി നാസയുടെ പെർസീവറൻസ് റോവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ചൊവ്വയിലെ ജെസെറോ ക്രൈറ്റർ അഥവാ ജെസെറോ ഗർത്തത്തിലെ മൺകട്ടകളിൽ വളരെ സങ്കീർണമായ കാർബൺ തന്മാത്രകളുടെ സാന്നിധ്യം ഉള്ളതായി പുതിയ ഡാറ്റകൾ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ നമുക്കറിയാവുന്ന എല്ലാ ജീവരൂപങ്ങളുടെയും രാസപരമായ അടിസ്ഥാനം കാർബൺ ആയതിനാൽ ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ചൊവ്വയിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സാന്ദ്രതയിലുള്ള ജൈവ തന്മാത്രകളാണ് ഇപ്പോൾ പെർസീവറൻസ് പേടകം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ ഗവേഷണത്തിന് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വെറും കാർബണിൻ്റെ സാന്നിധ്യം കണ്ടതുകൊണ്ട് മാത്രം ചൊവ്വയിൽ പണ്ട് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് അന്തിമമായി വിളിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും ഈ തന്മാത്രകൾ കണ്ടെത്തിയ കൃത്യമായ സ്ഥലം ശാസ്ത്രജ്ഞരെ ഏറെ ആവേശഭരിതരാക്കുന്നുണ്ട്. മാക്രോ മോളിക്കുലർ കാർബൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ സങ്കീർണമായ കാർബൺ തന്മാത്രകൾ കണ്ടെത്തിയത് ജീവൻ്റെ മറ്റ് ചില സൂചനകൾ സമീപമാണ് എന്നതാണ് ഇതിന് കാരണം. കഴിഞ്ഞ വർഷം നാസ വലിയ പ്രാധാന്യത്തോടെ പുറത്തുവിട്ട ചില ബയോസിഗ്നേച്ചറുകൾ അഥവാ ജീവൻ്റെ അടയാളങ്ങൾ കണ്ടെത്തിയ അതേ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പുതിയ കാർബൺ തന്മാത്രകളും ദൃശ്യമായിരിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ ഉപരിതലത്തിൽ സൂക്ഷ്മാണുക്കൾ കോളനികളായി ജീവിച്ചിരുന്നിരിക്കാം എന്ന വാദത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് പ്രശസ്ത ശാസ്ത്രമാസികയായ സയൻസ് അഡ്വാൻസസ് പ്രസിദ്ധീകരിച്ച ഈ പുതിയ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പെർസീവറൻസ് റോവർ ചൊവ്വയിൽ ഇറങ്ങിയ അന്ന് മുതൽ ഏറ്റവും സങ്കീർണവും കൗതുകമുണർത്തുന്നതുമായ ഭൂമിശാസ്ത്ര മേഖലയായി ഈ ഗർത്തം മാറിക്കഴിഞ്ഞു. പ്ലാനറ്ററി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നദികളിൽ നിന്നുള്ള വെള്ളവും എക്കൽ മണ്ണും വന്ന് പതിച്ചിരുന്ന ഒരു വലിയ തടാകമായിരുന്നു ജെസെറോ ക്രൈറ്റർ. ജലത്തിൻ്റെ സാന്നിധ്യം ശക്തമായിരുന്ന ഇവിടെ ജീവൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നിരിക്കാം എന്ന നിഗമനത്തെ മുൻനിർത്തിയാണ് പര്യവേക്ഷണം പുരോഗമിക്കുന്നത്. മുൻപ് പുറത്തു വന്ന മറ്റൊരു പഠനത്തിൽ ഈ ഗർത്തത്തിലെ ബ്രൈറ്റ് ഏഞ്ചൽ എന്ന് വിളിക്കപ്പെടുന്ന പാറക്കെട്ടുകളിൽ കളിമണ്ണും മറ്റു ചില ധാതുക്കളും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഭൂമിയിൽ ഫോസിലുകളെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നവയാണ് ഇത്തരം ധാതുക്കൾ. ഇതിലൊന്ന് ചൊയാവ ഫോൾസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പാറക്കഷ്ണമാണ്. ഇതിൻ്റെ ഉപരിതലത്തിലുള്ള പുലിപ്പുള്ളികൾ പോലെയുള്ള പാറ്റേണുകൾ ഭൂമിയിലെ സൂക്ഷ്മാണുക്കൾ അവശേഷിപ്പിക്കുന്ന അടയാളങ്ങൾക്ക് സമാനമാണ്. ഇവ ജീവനില്ലാത്ത പ്രതിഭാസങ്ങൾ വഴിയും ഉണ്ടായേക്കാം എങ്കിലും ചൊവ്വയിൽ പണ്ട് സൂക്ഷ്മാണുക്കൾ ജീവിച്ചിരുന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളിൽ ഒന്നായിട്ടാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കാണുന്നത്. പുതിയ ഗവേഷണങ്ങൾ ഈ കണ്ടെത്തലുകളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ബ്രൈറ്റ് ഏഞ്ചൽ പാറക്കെട്ടുകളിലും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സങ്കീർണമായ കാർബൺ തന്മാത്രകളുടെ വ്യാപകമായ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. റോവറിലുള്ള ഷെർലക് എന്ന അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ പാറകളിലെ കാർബണിൻ്റെ വിതരണം മാപ്പ് ചെയ്തത്. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ മറ്റൊരു ചൊവ്വ ദൗത്യമായ ക്യൂരിയോസിറ്റി റോവർ 3700 കിലോമീറ്റർ അകലെയുള്ള ഗെയിൽ ക്രേറ്ററിൽ നിന്ന് ശേഖരിച്ച കാർബൺ വിവരങ്ങളുമായി താരതമ്യം ചെയ്യുകയുണ്ടായി. ഈ രണ്ട് പ്രദേശങ്ങളിലെയും സമാനമായ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് അതിപ്രാചീന കാലത്ത് ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം വളരെ വ്യാപകമായിരുന്നു എന്നതിലേക്കാണ്. മാത്രമല്ല ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാർബൺ തന്മാത്രകൾക്ക് വലിയ തോതിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്നതിനാൽ ഇവ അടുത്ത കാലത്തായി ഉപരിതലത്തിലേക്ക് തുറക്കപ്പെട്ടവയായിരിക്കാമെന്നും ഗവേഷകർ കരുതുന്നു. ഈ പുതിയ കണ്ടെത്തലുകൾ ചൊവ്വയുടെ ഭൂമിശാസ്ത്ര ചരിത്രവും ജലസാന്നിധ്യവും മനസ്സിലാക്കുന്നതിൽ വലിയ ചുവടുവയ്പ്പാണ് എങ്കിലും ജീവൻ്റെ സാന്നിധ്യം തെളിയിക്കുന്ന കാര്യത്തിൽ ഇതൊരു അന്തിമ ഉത്തരമല്ലെന്ന് ശാസ്ത്രലോകം ഓർമ്മിപ്പിക്കുന്നു. ഈ മാക്രോ മോളിക്കുലർ കാർബൺ തന്മാത്രകൾ പണ്ടുകാലത്തുണ്ടായിരുന്ന ജീവികളുടെ ഫോസിലുകളിൽ നിന്നാകാം ഒരുപക്ഷെ രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഉൽക്കാപതനങ്ങൾ മൂലമോ ശക്തമായ ജലപ്രവാഹം മൂലമോ ഉണ്ടായ രാസപ്രവർത്തനങ്ങൾ വഴിയും ഇവ രൂപപ്പെടാം. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ നിന്നുള്ള മണ്ണും പാറക്കഷ്ണങ്ങളും നേരിട്ട് ഭൂമിയിലെത്തിച്ച് അത്യാധുനിക ലബോറട്ടറികളിൽ വെച്ച് പരിശോധിച്ചാൽ മാത്രമേ ഇവിടെ കൃത്യമായ ഉത്ഭവം കണ്ടെത്താനും അത് ജീവൻ്റെ യഥാർത്ഥ അടയാളമാണോ എന്ന് സ്ഥിരീകരിക്കാനും സാധിക്കൂ. എന്നാൽ അത്തരമൊരു ഗവേഷണം യാഥാർത്ഥ്യമാകാൻ ഇനിയും ദശകങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി ആസൂത്രണം ചെയ്ത മാർസ് സാമ്പിൾ റിട്ടേൺ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചൊയാവ ഫാൾസിൽ നിന്നുള്ള സാമ്പിളുകൾ 2030 ഭൂമിയിലെത്തിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ ഈ ദൗത്യം സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയും പദ്ധതിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതോടെ ഈ ദൗത്യം നിലവിൽ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ ചൊവ്വയിൽ നിന്നുള്ള സാമ്പിളുകൾ ആദ്യമായി ഭൂമിയിലെത്തിക്കുക എന്ന ചരിത്ര നേട്ടം ഒരുപക്ഷെ ചൈന കൈവരിച്ചേക്കാം. ചൈനയുടെ ടിയാൻവെൻ 3 എന്ന സാമ്പിൾ റിട്ടേൺ ദൗത്യം 2028 അതിനുശേഷമോ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്.
പെർസീവറൻസ് റോവർ പര്യവേക്ഷണം നടത്തുന്ന അത്ര സുപ്രധാനമായ ഒരു ജീവസാന്നിധ്യ മേഖലയിലല്ല ചൈന ലക്ഷ്യമിടുന്നത് എങ്കിലും ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് മണ്ണ് ഭൂമിയിലെത്തിക്കുന്ന ആദ്യ രാജ്യമാകാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിച്ചേക്കാം. എന്തായാലും ചൊവ്വയിലെ പുതിയ കാർബൺ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിലെ ജീവൻ്റെ രഹസ്യങ്ങൾ ചുഴലിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിന് പുതിയൊരു ഊർജ്ജം നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.